ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SSC മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ട്രിഗ്നോമെട്രി എന്ന പാഠഭാഗത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും അറിയപ്പെടുന്നു. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. If cot raised to 4a plus cot square a is equal to 1, then find the value of cos raised to 4a മൈനസ് 3 കോസ് സ്ക്വയർ. തന്നിരിക്കുന്ന വാല്യൂ കോട്ടിലും കണ്ടുപിടിക്കേണ്ടത് കോസിലുമാണ്. തന്നിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. കോട്ട് റേസ് ടു 4a പ്ലസ് കോസ് സ്ക്വയർ എ കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോട്ട് റേസ് ടു 4aയിലും കോട്ട് സ്ക്വയർ എയിലും കോമൺ ആരുണ്ട്? കോട്ട് സ്ക്വയർ ഉണ്ട്. കോട്ട് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു കോട്ട് സ്ക്വയർ ഉണ്ട്. കോട്ട് സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ പുറത്തു പോയല്ലോ, ബാക്കി ഇവിടെ 1 ഉണ്ട്, ഈസ് ഈക്വൽ ടു 1. ഇനി എന്താണ് കോട്ട് സ്ക്വയർ എ? കോട്ട് സ്ക്വയർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ. കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ഇൻറ്റു അകത്തും അതുപോലെ എഴുതാം കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ അതുപോലെ എഴുതുക. ഇനി എന്താണ്? ഈ സൈൻ സ്ക്വയർ എ കൊണ്ട് -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ എ കോമൺ ഡിനോമിനേറ്ററായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ. സോറി, ഇവിടെ പ്ലസ് ആണല്ലോ, +1 ഓക്കെ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്താണ് നമുക്കറിയാം? 1 എന്നറിയാം. അപ്പോൾ കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ എന്താണ്? സൈൻ റൈസ് ടു 4a ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സൈൻ റൈസ് ടു 4a. അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടി. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കിവിടെ റിസൾട്ട് കിട്ടി. കോസ് സ്ക്വയർ എയും സൈൻ സ്ക്വയർ എ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? കോസ് റേസ് ടു 4a മൈനസ് 3 കോസ് സ്ക്വയർ എ. കോസ് റേസ് ടു 4a നമുക്ക് എങ്ങനെ എഴുതാം? 1 കോസ് സ്ക്വയർ എ നമുക്ക് കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാം, കുഴപ്പമൊന്നുമില്ലല്ലോ. -3 കോസ് സ്ക്വയർ എ. ഇനി എന്താണ്? കോസ് സ്ക്വയർ എ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഈ കോസ് സ്ക്വയർ എക്ക് പകരം നമ്മൾ എന്തെഴുതുന്നു? കോസ് സ്ക്വയർ എക്ക് പകരം തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്ന് സൈൻ റേസ് ടു 4a എഴുതുന്നു. അപ്പോൾ 3 സൈൻ റേസ് ടു 4a. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ സൈൻ റേസ് ടു 4a മൈനസ് 2 എ ബി എന്ന് പറയുമ്പോൾ 2 സൈൻ സ്ക്വയർ എ മൈനസ് 3 സൈൻ റേസ് ടു 4a. അപ്പം ഇനി എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ റേസ് ടു 4a മൈനസ് 3 സൈൻ റേസ് ടു 4a. അപ്പോൾ എത്ര കിട്ടി? മൈനസ് 2 സൈൻ റേസ് ടു 4a മൈനസ് 2 സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 2 സൈൻ സ്ക്വയർ 2 സൈൻ സ്ക്വയർ എ. ഇത്രയും കാര്യങ്ങൾ സംശയമില്ലുണ്ടോ? ഇല്ല. ഇനി എന്താണ്? ഇവിടെ ഒരു -2 കൊണ്ട് ഇവിടെ ഒരു -2 കൊണ്ട് ഇവിടെ ഒരു -2. അപ്പം -നെ കോമൺ പുറത്തെടുക്കാമല്ലോ. 1 മൈനസ് 2 ഇൻറ്റു സൈൻ റേസ് ടു 4a. അപ്പോൾ എന്താവും? -2 പുറത്ത് പോകുമ്പോൾ ഇത് പ്ലസ് ആവും, പ്ലസ് സൈൻ സ്ക്വയർ എ. ക്ലിയർ?
ഇനി എന്താണ് സൈൻ റേസ്റ്റ് 4a? സൈൻ റേസ്റ്റ് 4a നമുക്കറിയാം കോസ് സ്ക്വയർ എ ആണെന്നറിയാം. അപ്പം 1 മൈനസ് 2 ഇൻറ്റു സൈൻ റേസ്റ്റ് 4aക്ക് പകരം കോസ് സ്ക്വയർ എ എഴുതുക. കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇതിൻ്റെ വാല്യൂ 1 ആണ്. കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ 1 ആണ്. അപ്പം ബാക്കി ഇവിടെ എന്ത് കിട്ടും? 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഈക്വൽ ടു -1. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.